മകയിരം നക്ഷത്രക്കാർക്ക് മൃഗശീർഷം 2026 ഫലങ്ങളും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും താഴെ നൽകുന്നു. നിങ്ങളുടെ ചാനലിലെ പ്രേക്ഷകർക്കായി ഇതുപകരിക്കുമെന്ന് കരുതുന്നു. 2026 ഭാഗ്യം തെളിയുന്ന സമയം. മകയിരം നക്ഷത്രക്കാർക്ക് 2026 തുടക്കം അല്പം മന്ദഗതിയിലായിരിക്കുമെങ്കിലും 2026 ജൂൺ മാസത്തിനു ശേഷം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വ്യാഴമാറ്റം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതോടെ സാമ്പത്തികമായ പുരോഗതിയും ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാകാനും സാധ്യതയുണ്ട്. കുടുംബം, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. തൊഴിൽ, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. അത് ഭാവിയിൽ ഗുണകരമാകും. ആരോഗ്യം, ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. ബാധദോഷം ബാധിക്കുമോ? മകയിരം ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടാകാം. ഇത് പലപ്പോഴും മാനസികമായ അസ്വസ്ഥതകൾക്കോ ബാധ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾക്കോ കാരണമായേക്കാം. പ്രതിവിധി: ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റാൻ സഹായിക്കും. വീട്ടിൽ സുദർശന ഹോമം നടത്തുന്നതോ അല്ലെങ്കിൽ സുദർശന ചക്രം ആരാധിക്കുന്നതോ ദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ്. ഇഷ്ടദൈവം: മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രൻ സോമനാണെങ്കിലും ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ സുബ്രഹ്മണ്യസ്വാമിയെ മുരുകൻ ഭജിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. കൂടാതെ ദേവീ ആരാധനയും, പ്രത്യേകിച്ച് ഭദ്രകാളി, ഇവർക്ക് ഐശ്വര്യം നൽകും. സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ: 1. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ. മാസത്തിലൊരിക്കൽ മുരുകൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തൈപ്പൂയം, ഷഷ്ഠി തുടങ്ങിയ ദിവസങ്ങൾ പ്രാധാന്യമുള്ളതാണ്. പഴനി സന്ദർശനം വളരെ വിശേഷമാണ്. 2. ഭദ്രകാളി ക്ഷേത്രം. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ദേവീ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി വഴിപാടായി കഴിക്കുക. 3. നവഗ്രഹ ക്ഷേത്രം. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ചൊവ്വയ്ക്ക് അർച്ചന നടത്തുക. ജപിക്കേണ്ട മന്ത്രങ്ങൾ വിശദമായി. ദിവസവും രാവിലെയും വൈകുന്നേരവും താഴെപ്പറയുന്ന മന്ത്രങ്ങൾ ശ്രദ്ധയോടെ ജപിക്കുക. 1. നക്ഷത്രമന്ത്രം. ഓം സോമായ നമ. മകയിരം നക്ഷത്രത്തിന്റെ ദേവതയായ സോമനെ പ്രീതിപ്പെടുത്താൻ ഇത് 21 തവണ ജപിക്കുക. 2. സുബ്രഹ്മണ്യമന്ത്രം. ഓം ശരവണഭവായ നമ. ശത്രുദോഷവും തടസ്സങ്ങളും മാറാൻ ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് അതിവിശേഷമാണ്. 3. ചൊവ്വദോഷ പരിഹാരമന്ത്രം. ധരണീ ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ചൊവ്വാഴ്ചകളിൽ ഈ മന്ത്രം ജപിക്കുന്നത് ഭാഗ്യതടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. 4. പൊതുവായ സംരക്ഷണത്തിന് ഓം നമോ നാരായണായ, ഓം നമഃ ശിവായ. മകയിരം നക്ഷത്രക്കാർക്ക് ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനലാഭമുണ്ടാകാനുള്ള ജ്യോതിഷപരമായ സാധ്യതകൾ താഴെ പറയുന്നവയാണ്. നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ രീതിയിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. മകയിരം നക്ഷത്രവും ലോട്ടറി ഭാഗ്യവും. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ കർമ്മശക്തിയുടെ ഗ്രഹമാണെങ്കിലും അപ്രതീക്ഷിത ധനലാഭത്തിന് സഡൻ വെൽത്ത് ജ്യോതിഷത്തിൽ രാഹുവിന്റെയും വ്യാഴത്തിന്റെയും ഗുരു അനുഗ്രഹം കൂടി ആവശ്യമാണ്. 2026 സാധ്യതകൾ. 1. ജൂൺ മാസത്തിനു ശേഷം 2026 ജൂൺ മാസം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നതോടെ മകയിരം നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഇടവക്കൂറിൽ വരുന്നവർക്ക് ധനസ്ഥാനത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരാം. ഇത് ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾക്ക് വഴിതുറന്നേക്കാം. 2. രാഹുവിന്റെ സ്വാധീനം. നിങ്ങളുടെ ജാതകത്തിൽ രാഹു ശുഭസ്ഥാനത്താണെങ്കിൽ, ഉദാഹരണത്തിന് 3, 6, 11 ഭാവങ്ങളിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3. ധനയോഗം. മകയിരം നക്ഷത്രക്കാർ പൊതുവെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നവരാണെങ്കിലും ജാതകത്തിൽ ലക്ഷ്മിയോഗമുള്ളവർക്ക് ഇത്തരം ഭാഗ്യങ്ങൾ പെട്ടെന്ന് തേടിവരാം. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം? ലോട്ടറി അല്ലെങ്കിൽ സാമ്പത്തിക ഭാഗ്യം ലഭിക്കുന്നതിനായി ജ്യോതിഷത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. മഹാലക്ഷ്മി ആരാധന. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. സുബ്രഹ്മണ്യസ്വാമി. മകയിരം ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുന്നത് ഗുണകരമാണ്. രാഹുപരിഹാരം. അപ്രതീക്ഷിത ലാഭത്തിനായി നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും.